പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടപ്പോ ജീവിതം മതിയെന്ന് തോന്നി. ദൈവങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിലെ ഉരുളി മോഷണ ശ്രമത്തിൽ സത്യമായിട്ട് ഞാൻ പങ്കാളിയായിരുന്നില്ല. തൊഴിലില്ലായ്മയ്ക്ക് മുന്നിൽ ദൈവത്തെ പുനരുദ്ധരിക്കാനുള്ള കമ്മിറ്റിക്കാരോടുള്ള ദേഷ്യം വടക്കേലെ ദിനേശനും കൂട്ടരും ചേർന്ന് തീർത്തപ്പോ അറിയാതെ ഞാനും അതിലൊരു കുറ്റക്കാരനായി. സംഭവം നടന്നെന്ന രാത്രി ആൽത്തറയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. പക്ഷെ സുഹൃത്തെ, ഞാൻ നിരപരാധിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തിട്ടും പിന്നെ എന്തിനിങ്ങനെ ഒരു ശ്രമം എന്ന് നീ കരുതുന്നുണ്ടാവും. അതിനുശേഷം വീട്ടിലെ സ്ഥിതി വളരെ ക്രൂരമായിരുന്നു. എനിക്കൊരു തൊഴിൽ കിട്ടിയാലേ പാർട്ടീഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന അമ്മയുടെ തീരുമാനത്തിൽ കലി പൂണ്ട് കഴിയുന്ന പെങ്ങന്മാർക്കും അളിയന്മാർക്കും മുന്നിൽ ഞാനൊരു ബദ്ധശത്രുവായി മാറി. ഇരട്ട കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സമ്പാദിച്ചതെല്ലാം മാഞ്ചിയം തേക്ക് പ്ലാന്റേഷനുകളിൽ തൊലഞ്ഞേലുള്ള ദേഷ്യം മൂത്ത അളിയനും പെങ്ങളും എന്നോട് തീർത്തു. വെറും ഒരു ഡ്രിൽ മാഷായ അളിയൻ രാമുണ്ണി മാഷും 1ാം ക്ലാസ്സിൽ തറയും പറയും പാഠം ചൊല്ലിക്കൊടുക്കുന്ന ചേച്ചി മഹാലക്ഷ്മി ടീച്ചറും തരം താഴ്ന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. പട്ടാളക്കാര ഭർത്താവിനപ്പുറം മറ്റൊരു ലോകമില്ല എന്ന് വിശ്വസിച്ച് കഴിയുന്ന 2ാമത്തെ പെങ്ങൾ വിജയലക്ഷ്മി നാഗാലാൻഡ് അതിർത്തിയിൽ എവിടെയോ തൂക്കുമായി കാവൽ നിൽക്കുന്ന ഭർത്താവിന്റെ മാനം ഞാൻ കാരണം നശിച്ചു എന്നാണത്ര ചേച്ചിയുടെ വാദം. 6 മുഴത്തിന്റെ പാതിയാണല്ലോ 3 മുഴം. 2 പെഗ്ഗടിച്ചാൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന പോസ്റ്റ്മാൻ അളിയൻ ബാലകൃഷ്ണൻ അന്ന് എന്നെ ഒരുപാട് തെറി പറഞ്ഞു. പെങ്ങളുടെ അംഗവൈകല്യത്തിന്റെ ഔദാര്യത്തിൽ ഭർത്തൃപദം കിട്ടിയ നീർക്കോലിയോട് പോലും എനിക്ക് ക്ഷമിക്കേണ്ടി വന്നു. ക്ഷമ കഴുതയുടെ ഗുണമാണെന്നറിഞ്ഞു തന്നെ. ആശ്വസിപ്പിക്കാൻ അമ്മ മാത്രം. പക്ഷേ എന്റെ നിരപരാധിത്വം അമ്മ പോലും വിശ്വസിച്ചിരുന്നില്ല. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ 7.5 ശനിയാണത്ര എനിക്ക്. മകനെ സ്ഥാപിക്കാൻ ശനിയെ പഴിക്കുന്ന പാവം എൻ്റെ അമ്മ. എല്ലാം പൊറുക്കാം, പക്ഷേ അവളും എന്നെ വെറുത്തപ്പോ സഹിക്കാൻ പറ്റിയില്ല. വിശ്വാസമില്ലാഞ്ഞിട്ടും ദൈവങ്ങളെ പിടിച്ച് ഞാൻ ആണയിട്ടു. പക്ഷെ അവൾ എന്നെ വിശ്വസിച്ചില്ല. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷൻ പോലീസുമായുള്ള കല്യാണത്തിന് അവൾ സമ്മതിച്ചത്രേ. നിശ്ചയിച്ചു ഈ വരുന്ന 13-ാം തീയതി അവൾ സുമംഗലിയാവട്ടെ. ഈ മരണവേളയിലും ഞാൻ ആശംസിക്കുന്നു. അവസാനമായി ഒരപേക്ഷ കൂടിയുണ്ട്. എൻ്റെ ശവത്തിൽ സ്നേഹപൂർവം ഒരു റീത്ത് സമർപ്പിക്കാൻ അവളോട് പറയണം. ആ റീത്തിൽ നിറയെ ചെമ്പകപ്പൂക്കളുണ്ടാവണം. കാരണം ഞങ്ങൾ അവസാനമായി പിരിഞ്ഞത് നമ്മുടെ അമ്പലപ്പറമ്പിനടുത്തുള്ള ആ ചെമ്പകച്ചൂട്ടിൽ വച്ചായിരുന്നു. നിർത്തുന്നു. ഹൃദയപൂർവം, പരേതൻ. ചിരിക്കരുത്, ചിരിക്കരുത് ലോകമേ, പ്ലീസ്. എന്നെ പരിഹസിക്കരുത്, പ്ലീസ്. അറിയാം, മരണം ഒന്നിനും ഒരു വിരാമമല്ല. പക്ഷേ ഭൗതികമായ എല്ലാ മാരണങ്ങളുടെയും നിവാരണം മരണം മാത്രമാണ്. അനിവാര്യമായ ഒരു പര്യവസാനം. എനിക്ക് മരിച്ചേ പറ്റുള്ളൂ.
മരിച്ചേ പറ്റുള്ളൂ. ബൈ ബൈ കുഞ്ഞനന്ദൻ. വെളിച്ചം വേണ്ട, സുഗമമായ മരണത്തിന് ഇരുട്ടാണ് ഉത്തമം. അയ്യോ, സാർ 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 കഥ സാർ സാർ കഥ സാർ 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 മാനേജർ സാർ. പോരല്ലോ, റെസ്റ്റോറന്റ് ബില്ലിൽ 200 രൂപ ഇനിയും ബാക്കി. അപ്പൊ ടോട്ടൽ എത്രയാ ബില്ല്? റെസ്റ്റോറന്റ് ബില്ല് മാത്രം 2800 രൂപ. അദ്ദേഹം ഒരു ദിവസം മാത്രമല്ല അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ മിസ്റ്ററെ. അതെ, അതിനെ പക്ഷെ തിന്നതോ ജയിലിൽ നിന്ന് വന്ന പോലെയാ. അയ്യോ. ചിക്കൻ 65, ചിക്കൻ ടിക്ക, ചിക്കൻ നൂഡിൽസ്, ചില്ലി പ്രോൺസ്, ജിഞ്ചർ പ്രോൺസ്, ഗോൾഡൻ പ്രോൺസ്, മട്ടൺ ഡ്രൈ ഫ്രൈ, സ്ലൈഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ്, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ തണ്ടൂരി, എല്ലാം ചേർത്ത് 2800 രൂപ. വിശന്നപ്പോ കഴിച്ചതാ. ഓഹോ, അപ്പൊ തിന്നു മരിക്കാനായിരുന്നു പ്ലാൻ. ഇതൊക്കെ തിന്നിട്ട് ചാകാഞ്ഞിട്ടായിരിക്കും വിഷം കൂടെ കഴിച്ചത്. അതും ഏറ്റില്ലല്ലോ പണ്ടാരടങ്ങാൻ. ദേ, ഒരു സംശയം, നിങ്ങളുടെ ഹോട്ടലിൽ തണ്ടൂരി അടുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ആ കിടക്കുന്ന സാധനത്തിന് ഒന്ന് തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടു തരുവോ? തണ്ടൂരി കൊലക്കേസിന് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാം. അത് വേണോ ബാലകൃഷ്ണ? വേണം. എന്തായാലും ഒരു ആശ്വാസമുണ്ട്, ചത്തില്ലല്ലോ. ചത്ത ഞങ്ങളുടെ ഹോട്ടലിനാ ചീത്തപ്പേര്. ജീവിച്ചാ ഞങ്ങൾക്കും. എന്തായി? വന്നല്ലോ പൊന്നാരപ്പങ്ങള്, പേടിക്കണ്ട, സന്തോഷിക്കാൻ മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല. പൊന്നാങ്ങളുടെ വായിക്കരിയിടുന്നതിന് മുമ്പ് ആ ബാഗിൽ നിന്ന് ഒരു 200 രൂപ കൊണ്ട് എടുത്ത്. 200 രൂപയോ? അതെ, ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. വായ്പയും പിരിവും നടത്തി മാക്സിമം ഞങ്ങൾ പിരിച്ചു. ഇനി ഒരു 200 രൂപയുടെ ഉണ്ടെങ്കിലേ ഡെഡ് ബോഡി വിട്ട് കിട്ടും. എങ്കിലല്ലേ ശവടക്കം ചെയ്യാൻ പറ്റുള്ളൂ. കമോണ്ടറെ, അങ്ങനെ ഹോട്ടൽ ബില്ല് ക്ലോസ്. ഇനി ഹോസ്പിറ്റൽ ബില്ല്